ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ക്രിസ്റ്റീന റൊസറ്റി എഴുതിയ ഡ്രീം ലാൻഡ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടെ നമുക്ക് തുടങ്ങാം. ക്രിസ്റ്റീന റൊസറ്റി റോട്ട് ദ പോം ഡ്രീം ലാൻഡ് ഇൻ ഏപ്രിൽ ഓഫ് 1849. അപ്പോൾ ക്രിസ്റ്റീന റൊസറ്റി 1849 ഏപ്രിൽ ഡ്രീം ലാൻഡ് എന്ന കവിത എഴുതി. ഇറ്റ് വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ ജേം. ദ ജേം എന്ന് പറയുന്നത് ഒരു ജേണലാണ്. ഇൻ 1850 അണ്ടർ ദ സിഡോണിയം എലൻ അലെയ്ൻ. അപ്പം ക്രിസ്റ്റീന റൊസറ്റി 1850 ദി ജേം, അതൊരു ജേണലാണ്. എലൻ അലെയ്ൻ എന്ന ഒരു സിഡോണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണേം എന്ന് പറയാം, നമുക്ക് ഓമന പേര്. അതായത് നമ്മുടെ ഈ എഴുത്തുകാരൊക്കെ അവരുടെ യഥാർത്ഥ പേരിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാങ്കല്പിക പേര്. അപ്പോൾ ആ പേരിൽ, അതായത് എലൻ അലെയ്ൻ എന്ന ആ ഒരു പേരിൽ ഈ ഒരു പോം ആദ്യം പ്രസിദ്ധീകരിച്ചു. Later it was reprinted in her collection Goblin Market and Other Poems in 1862. പിന്നീട് 1862 അവരുടെ ഗോബ്ലിൻ മാർക്കറ്റ് ആൻഡ് അതർ പോംസ് എന്ന സമാഹാരത്തിൽ ഇത് പുനഃപ്രസിദ്ധീകരിച്ചു. അപ്പം ഈ ഒരു പോത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഡ്രീം ലാൻഡ് എന്ന് സിംബിളൈസ് ചെയ്യുന്നത് എ പ്ലേസ് ഓഫ് റെസ്റ്റ്, ട്രാങ്കുലിറ്റി, അല്ലെങ്കിൽ എസ്കേപ്പ് ഫ്രം ദ പെർസീവ്ഡ് ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ഏർത്ത്ലി ലൈഫ്, അതായത് വിശ്രമത്തിൻ്റെയും ശാന്തതയുടെയും അതുപോലെ ഏർത്ത്ലി ലൈഫ്, ഭൗമിക ജീവിതത്തിൻ്റെയും പരുഷമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലിൻ്റെയും ഒരു സ്ഥലത്തെ പ്രതീകപ്പെടുത്തുന്നതാണ് ഈ ഡ്രീം ലാൻഡ്. അപ്പം ആ ഒരു സ്ഥലം എങ്ങനെ ഇരിക്കും? സമാധാനപരവും ആനന്ദകരവുമായ ഒരു അവസ്ഥയ്ക്കായുള്ള ആഗ്രഹത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ പലപ്പോഴും മരണവുമായും അതുപോലെ മരണാന്തര ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഒരു സ്വപ്നതുല്യമായ ഒരു ഭൂമി, അതായത് ലോകത്തിലെ വേദനകളിൽ നിന്നും ഒരു സ്ത്രീ രക്ഷപ്പെടുന്നതും അതുപോലെ സമാധാനത്തിലേക്കുള്ള ആ സ്വപ്നതുല്യമായ ഒരു ലോകത്തേക്കുള്ള അവരുടെ യാത്രയുമാണ് ഈ മനോഹരമായ കവിത വിവരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പോത്തിലോട്ട് കടക്കാം. വേർ സൺലെസ് റിവേഴ്സ് വീപ് ദെയർ വേവ്സ് ഇൻ ടു ദ ഡീപ്പ്. അപ്പം ഇവിടെ പറയുവാണ് സൺലെസ് റിവർ, അതായത് സൂര്യനില്ലാത്ത നദികൾ. അപ്പം നദികൾ പ്രകാശത്തിൽ ഒഴുകുന്നില്ല. അപ്പം നദികൾ സൂര്യപ്രകാശത്തിൽ ഒഴുകുന്നില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് ചൈതന്യത്തിൻ്റെയും ഊഷ്മളതയുടെയും അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ദുഃഖത്തെയും അതുപോലെ തന്നെ വേർഡ്ലി ആക്ടിവിറ്റീസ്, ലൗകിക പ്രവർത്തനങ്ങളുടെ വിരാമത്തെയും പ്രതീകപ്പെടുത്തുന്നു ഈ സൂര്യനില്ലാത്ത നദികൾ എന്നുള്ളത്. അതുപോലെ പറയുന്നുണ്ടോ വീപ് ദെയർ വേവ്സ് ഇൻ ടു ദ ഡീപ്പ് എന്നാണ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജീവിതാനുഭവങ്ങൾ, അത് ഉറക്കത്തിൻ്റെ വിശാലതയിലേക്ക് ക്രമേണ മങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് ആഴത്തിലേക്ക് എന്നത് അബോധാവസ്ഥയോ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെയോ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ശാന്തതയോ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ വീപ് ദെയർ വേവ്സ്, അതായത് കരയുന്ന നദികളുടെ ഇമേജറി സ്വപ്നാവസ്ഥയുടെയും അതുപോലെ വിഷാദ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തിരമാലകൾ, വേവ്സ് എന്നുള്ളത് ചിന്തകളുടെയും ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ആ ഒഴുക്കിനെ പ്രതിനിധീകരിക്കുന്നു. അപ്പം മൊത്തത്തിൽ പറയുവാണെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും ഒരു സ്വപ്നത്തിൻ്റെ നിശബ്ദതയിലേക്കോ അല്ലെങ്കിൽ ഇരുട്ടിലേക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ മരണത്തിലേക്കും ക്രമേണ മാറുന്നതിൻ്റെ ചിത്രമാണ് ഈ മുഴുവൻ വാക്യവും വരച്ച് കാണിക്കുന്നത് നമുക്ക്. ഓക്കെ, ഈ ലൈൻ ഓഫൺ അസോസിയേറ്റ് വിത്ത് ഡെത്ത് അല്ലെങ്കിൽ ഒബ്ലിവിയൻ ആണ്. ഓക്കെ, ഷീ സ്ലീപ്സ് എ ചാംഡ് സ്ലീപ്പ്. ഈ വാചകം ഉറക്കത്തിൻ്റെ ആഴത്തെയും ശാന്തതയും ഊന്നിപ്പറയുന്നു. അപ്പം എളുപ്പത്തിൽ ശല്യപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ തകർക്കുകയോ ചെയ്യാനൊക്കാത്ത ഒരു ഉറക്കമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അവളെ ഉണർത്തത് എന്നാണ് കവി പറയുന്നത്. എവേക്ക് ഹെർ നോട്ട് എന്നാണ് പറയുന്നത്. അതായത് മരണവുമായുള്ള ഒരു ബന്ധത്തെയോ ഇല്ലെങ്കിൽ ലൗകിക ആശങ്കകളിൽ അല്ലെങ്കിൽ ഉത്കണ്ഠകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തെയോ ആണ് സൂചിപ്പിക്കുന്നത്. ലെഡ് ബൈ എ സിംഗിൾ സ്റ്റാർ. ഈ സിംഗിൾ സ്റ്റാർ, അത് ഒറ്റ നക്ഷത്രം, ഒരു പ്രതീകാത്മക വഴികാട്ടിയാണ്, ഒരു ഗൈഡിങ് ആണ്. അപ്പം അവളെ ശാന്തവും സ്വപ്നതുല്യമായ ഒരു മണ്ഡലത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ അല്ലെങ്കിൽ ആന്തരിക വെളിച്ചത്തെ പ്രതിനിധീകരിക്കുന്നു ഈ സിംഗിൾ സ്റ്റാർ. ഷീ കെയിം ഫ്രം വെരി ഫാർ ടു സീക്ക് വെയർ ഷാഡോസ് ആർ ഹർ പ്ലസൻറ്റ് ലോഡ്. അതായത് സ്വപ്നഭൂമിയിലേക്കുള്ള യാത്ര, ത്തിലെ വേദനയിൽ നിന്നും അതുപോലെ പ്രക്ഷുബ്ധതയിൽ, ടെർമോയിൽ, പെയിൻ, അതിനെല്ലാത്തിലും നിന്നും ഒരു സ്വപ്നഭൂമിയിൽ ആശ്വാസം വിശ്രമം തേടി ഒരു സ്ത്രീ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെയാണ് കവിത വിവരിക്കുന്നത്. അപ്പം ജീവിച്ചിരിക്കുന്നവരുടെ ആ മണ്ഡലത്തിനപ്പുറമുള്ള വിശ്രമത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു സ്ഥലമായ മരണാനന്തര ജീവിതത്തിൻ്റെ ഒരു മെറ്റഫർ അല്ലെങ്കിൽ ഒരു രൂപകമായി കവിത ഈ ഡ്രീം ലാൻഡ്, അതായത്
സ്വപ്നഭൂമി എന്ന് ഉപയോഗിക്കുന്നു. അപ്പം അവൾ വളരെ ദൂരെ നിന്നാണ് വന്നത്. അപ്പം ഈ വാചകം സ്ത്രീ ആ സ്ഥലത്തേക്കുള്ള യാത്രയിൽ സഞ്ചരിച്ച ദൂരം, അതായത് അത് എങ്ങനെയായാലും, അതായത് ഭൂമിശാസ്ത്രപരമായാലും കൊള്ളാം, അതുപോലെ തന്നെ ആത്മീയപരമായാലും കൊള്ളാം. അപ്പം ജോഗ്രഫിക്കലി ആയാലും സ്പിരിച്വലി ആയാലും ആ ദൂരത്തെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വരികൾ മരണാനന്തര ജീവിതത്തിലെ സമാധാനത്തിൻ്റെയും അതുപോലെ വിശ്രമത്തിൻ്റെയും ഒരു സ്ഥലത്തേക്കുള്ള ഒരു സ്വപ്നഭൂമി, ഡ്രീം ലാൻഡ് എന്ന സ്ഥലത്തേക്കുള്ള ആ സ്ത്രീയുടെ യാത്രയെ സൂചിപ്പിക്കുന്നു. ടു സീക്ക് വെയർ ഷാഡോസ് ആർ ഹർ പ്ലസൻറ്റ് ലോഡ്, അതായത് ഷാഡോസ്, നിഴലുകൾ, അതായത് ഭയത്തിൻ്റെ പ്രതീകങ്ങളല്ല, അത് മറിച്ച് ശാന്തവും വിശ്രമദായകവുമായ ഉറക്കത്തിൻ്റെ അവസ്ഥയോ ഇല്ലെങ്കിൽ ഭൗതിക ലോകത്തിന് ഭൗതിക ലോകത്തിനും അപ്പുറമുള്ള ഒരു അവസ്ഥയോ പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് കഴിയുന്ന ഒരു സ്ഥലം, അതാണ് ആ ഡ്രീം ലാൻഡ്. ഓക്കെ, നിഴലുകൾ എവിടെയാണെന്ന് അന്വേഷിക്കാൻ ദൈനംദിന ലോകത്തിൽ നിന്ന് അവൾ വ്യത്യസ്തമായ ഒരു സുഖകരമായ സ്ഥലം കണ്ടെത്തുകയാണ്. അപ്പോൾ വിശ്രമവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലം. അപ്പം ഈ ഇരുട്ടെന്ന് പറയുന്ന ഷാഡോ ഭയാനകമായ ഒരു സ്ഥലമല്ല, മറിച്ച് സമാധാനത്തിൻ്റെയും അതുപോലെ വിശ്രമത്തിൻ്റെയും ഒരു സ്ഥലമാണ്. അപ്പം ദൈനംദിന ജീവിതത്തിലെ വേദനയിൽ നിന്നും അതുപോലെ പോരാട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലം. ഷീ ലെഫ്റ്റ് ദ റോസി മോൺ, ഷീ ലെഫ്റ്റ് ദ ഫീൽഡ്സ് ഓഫ് കോൺ ഫോർ, എന്തിനു വേണ്ടിയാണ്? ഫോർ ട്വലൈറ്റ്, കോൾഡ് ആൻഡ് ലോൺ ആൻഡ് വാട്ടർ സ്പ്രിങ്സ്. അപ്പം റോസിമോൺ ആൻഡ് ഫീൽഡ് ഓഫ് കോൺ, അതായത് മനോഹരമായ വെയിലുള്ള ഒരു പകലിൻ്റെയും ഫലപുഷ്ടിയും സമർത്ഥവുമായ ഭൂപ്രകൃതിയുടെ ഒരു ചിത്രം എവിടെ കൊടുക്കുകയാണ് കവി. അപ്പോൾ അവൾ ആ പ്രഭാതം ഉപേക്ഷിച്ചു, അതുപോലെ അവൾ ആ ചോളപ്പാടങ്ങൾ ഉപേക്ഷിച്ചു എന്ന വരി പകൽ അതുപോലെ പ്രകൃതി എന്നിവയുടെ പ്രകാശമാനമായ ആ സാധാരണ ലോകത്തിൽ നിന്ന് മാറി ഒരു സ്വപ്നാവസ്ഥയിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുന്ന ഒരു ആളെ വിവരിക്കുകയാണ്. അപ്പോൾ ടുലൈറ്റ് എന്ന വാചകം വൈകുന്നേരത്തിൻ്റെ ആ ഇരുണ്ട ഒരു നമുക്ക് പറയാം ഒരു വിഷാദകരമായ അന്തരീക്ഷത്തെയാണ് ഉണർത്തുന്നത്. അപ്പോൾ ഇതൊരു ദിവസത്തിൻ്റെ അവസാനത്തെയും അതായത് അതുപോലെ തന്നെ ഉറക്കത്തിലേക്കുള്ള പരിവർത്തനത്തെയും, അത് ട്രാൻസിഷൻ ടുവേർഡ്സ് സ്ലീപ്പ്, അതിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കോൾഡ്, തണുപ്പെന്നത് ആ ആക്റ്റീവ്, ആ സജീവ ലോകത്തിൽ നിന്നുള്ള ഒരു നിശ്ചലതയുടെയും അതുപോലെ വേർപിരിയലിൻ്റെയും ഒരു സെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ലോൺ, അതായത് വിജനമായ അല്ലെങ്കിൽ ഏകാന്തമായ, അതായത് പരിചിതമായ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നതിൻ്റെ ഒരു വികാരത്തെ സൂചിപ്പിക്കാനാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജലനീരുറവകൾ, വാട്ടർ സ്പ്രിങ്സ് എന്ന ഇമേജറി റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഫ്ലോ ഓഫ് കോൺഷ്യസ്നസ്, ആ ബോധപ്രവാഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അത് ഉറക്കത്തിൽ കൂടുതൽ പ്രകടമാകുന്ന മനസ്സിൻ്റെ നിശബ്ദവും അതുപോലെ അദൃശ്യമായ പ്രവാഹങ്ങൾ. അപ്പോൾ ഒരു ട്രാൻസിഷൻ, അതായത് ഫ്രം ദ ആക്റ്റീവ് വേൾഡിൽ നിന്ന് ഡ്രീം ലാൻഡിലോട്ട് ജേർണി ഫ്രം ദ സെൻസറി ടു ദ സെൻസറി എന്നുള്ള ജേർണിയിൽ നിന്ന് ഒരു ഇമജിനേറ്റീവ്, അത് ഒരു മെറ്റഫറിക്കൽ ജേർണിയാണ്. അതായത് ആക്റ്റീവ് സെൻസറി വേൾഡിൽ നിന്നും എങ്ങോട്ടേക്ക്? സമാധാനപരം അന്തർലീനമായ വിശ്രമത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക്. ത്രൂ സ്ലീപ്പ് ആസ് ത്രൂ എ വീൽ. അപ്പോൾ വീൽ എന്ന് പറയുമ്പോൾ ഒരു മൂട് പടത്തെ, അതായത് സ്വപ്നാവസ്ഥയുടെ തന്നെ പ്രതീകമായി വ്യാഖ്യാനിക്കാം നമുക്ക്. അതായത് ഉണർന്നിരിക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും ഭാവനയുടെ ലോകത്തിനും ഇടയിലുള്ള ഒരു അതിർത്തിയാണത്. അപ്പോൾ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള, അതായത് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാം ഭൗതിക ലോകത്തിൽ നിന്ന് സമാധാനത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ഒരു മണ്ഡലത്തിലേക്കുള്ള മാറ്റത്തെയും ആണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോൾ സ്ത്രീയുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഒരു ഭാഗികമായ ഒരു അവബോധത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ. അപ്പോൾ അവർ പൂർണ്ണമായും അബോധാവസ്ഥയിലല്ല, അതായത് നോട്ട് എൻറ്റയർലി അൺകോൺഷ്യസ്, ബട്ട് ഹെർ പെർസെപ്ഷൻ ഈസ് സോഫ്റ്റൻഡ് ഓർ മ്യൂട്ടഡ് ആസ് ഇഫ് ഷീ ഈസ് വീവിങ് ദ വേൾഡ് ത്രൂ എ തിൻ ട്രാൻസ്ലന്റ് ബാരിയർ. ഷീ സീസ് ദ സ്കൈ ലുക്ക് പേൽ ആൻഡ് ഹിയേഴ്സ് എ നൈറ്റിംഗിൾ ദാറ്റ് സാഡ്ലി സിങ്സ്. അപ്പോൾ ഇളം ആകാശം, അതായത് ഇളം ആകാശം എന്ന് പറയുമ്പോൾ ആ സന്ധ്യയുടെയോ ഇല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൻ്റെ ഒരു വികാരത്തെയാണ് ഉണർത്തുന്നത്. അപ്പോൾ ഇത് പകലിൻ്റെ തിളക്കമുള്ള ലോകത്തിൽ നിന്നും അകന്നു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നൈറ്റിംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പാട്ടിൻ്റെയും ഒരു പരമ്പരാഗത ട്രഡീഷണൽ പ്രതീകമാണ് ഈ നൈറ്റിംഗിൾ. അപ്പോൾ പലപ്പോഴും പ്രണയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ആ കൈപ്പേറിയ മധുര വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദുഃഖത്തോടെ പാടുന്ന പറയുന്നത് സാഡ്ലി സിങ്സ്, അതായത് ഒരു വിഷാദ മാനസിക അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇമേജറിയും സംയോജനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തതയുടെയും സങ്കടത്തിൻ്റെയും ഒരു വികാരമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പീക്കർ ഉറക്കം, വിശ്രമം അല്ലെങ്കിൽ ഒരുപക്ഷെ മരണത്തിൻ്റെ ഒരു അവസ്ഥ അനുഭവിക്കുന്നു. സാരാംശത്തിൽ
ഈ വരി ശാന്തവും എന്നാൽ ഇരുണ്ടതുമായ ഒരു സ്വപ്നാവസ്ഥയെ അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ട്രാൻസിഷൻ ആ ചിത്രമാണ് വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ സ്പീക്കർ ഇപ്പോഴും തൻ്റെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ബോധവാനാണെങ്കിലും അത് ശാന്തതയുടെയും വിഷാദത്തിൻ്റെയും ഒരു മൂടുപടത്തിലൂടെയാണ് വീക്ഷിക്കുന്നത്. അതാണ് പറയുന്നത്, ത്രൂ സ്ലീപ്പ് ആസ് ത്രൂ എ വീൽ ഷീ സീസ് ദ സ്കൈ ലുക്ക് പെയിൽ ആൻഡ് ഹിയേഴ്സ് എ നൈറ്റിംഗിൾ ദാറ്റ് സാഡ്ലി സിങ്സ്. റെസ്റ്റ് റെസ്റ്റ് എ പെർഫെക്റ്റ് റെസ്റ്റ് ഷെഡ് ഓവർ ബ്രോ ആൻഡ് ബ്രസ്റ്റ്. അപ്പം പൂർണ്ണ വിശ്രമം, പെർഫെക്റ്റ് റെസ്റ്റ് എന്ന പ്രയോഗം ജീവിതത്തിലെ ഉത്കണ്ഠകളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തമായി ആ അത്യന്തിക ശാന്തതയുടെയും നിശ്ചലതയുടെയും ആ സ്റ്റിൽനെസ്, ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അപ്പം ഷെഡ് ചെയ്യാൻ, അതായത് പൊഴിയുക എന്നാണ് പറഞ്ഞത്. അപ്പം പുരികത്തിലും നെഞ്ചിലും ബ്രസ്റ്റിലും, അപ്പോൾ വിശ്രമം ശരീരത്തെയും മനസ്സിനെയും മുഴുവൻ മൂടുന്നുവെന്നും ഈ ഭാവന സൂചിപ്പിക്കുന്നു. അപ്പം പൂർണ്ണ വിശ്രമം എന്നത് മരണത്തിൻ്റെ ഒരു രൂപകം ഒരു മെറ്റഫറാണ്. അല്ലെങ്കിൽ സ്ത്രീ അഗാധമായ ശാന്തതയിൽ ആയിരിക്കുന്ന ആ ആഴമേറിയതും സ്വപ്നതുല്യമായ അവസ്ഥയാണ്. അപ്പം മരണം, ദുഃഖം അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലേക്കുള്ള മാറ്റം എന്നീ വിഷയങ്ങളാണ് കവിതകൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണ വിശ്രമം എന്നത് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എന്തുവാണ്, അതായത് ദ എൻഡ് ഓഫ് എർത്ത്ലി എക്സിസ്റ്റൻസും അതുപോലെ ട്രാൻസിഷൻ ടു എ ന്യൂ പീസ്ഫുൾ സ്റ്റേറ്റുമാണ്. ഹെർ ഫേസ് ഈസ് ടുവേർഡ്സ് ദ വെസ്റ്റ് ദ പർപ്പിൾ ലാൻഡ്. അപ്പം എങ്ങോട്ടാണ്? അവളുടെ മുഖം പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ പടിഞ്ഞാറ് പലപ്പോഴും നമുക്കറിയാം അസ്തമയ സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സിംബിളൈസ് ചെയ്യുന്നത് ഡിപ്പാർച്ചർ, അതുപോലെ ട്രാൻസിഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ്, അതായത് മരണാനന്തര ജീവിതം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ഒരു ദിശയാണ് ഈ വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്ദർഭത്തിലെ കഥാപാത്രത്തിൻ്റെ മുഖം പടിഞ്ഞാറോട്ട് തിരിയുന്നത് സൂചിപ്പിക്കുന്നത് അവളുടെ നിലവിലെ സ്വപ്നാവസ്ഥയ്ക്കപ്പുറമുള്ള ഒരു ഭാവിയിലേക്ക് നോക്കുന്നു എന്നാണ്. ദ പർപ്പിൾ ലാൻഡ്, അപ്പോൾ കവിതയിൽ പർപ്പിൾ ലാൻഡ് അത് നിഴലിൻ്റെയും സ്വപ്നത്തിൻ്റെയും നാട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ശാന്തതയുടെയും വിശ്രമത്തിൻ്റെ ഒരു സ്ഥലമാണെന്നും അതിലെ നിത്യ ഉറക്കത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു ലോകമാണെന്നും സൂചിപ്പിക്കുന്നു. അപ്പം അവൾ ഉപേക്ഷിച്ചു പോയ ഊർജ്ജസ്വലവും സജീവമായ ലോകത്തിന് വിപരീതം, ഓപ്പോസിറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണിത്. അതുപോലെ സമാധാനപരമായ ഒരു അവസ്ഥയും സൂചിപ്പിക്കുന്നു. She cannot see the grain ripening on hill and plain. She cannot feel the rain upon her hand. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് പറയുന്നത് ഗ്രെയിൻ റൈപ്പനിങ് ഓൺ ഹിൽ ആൻഡ് പ്ലെയിൻ. അതുപോലെ രണ്ടാമത്തെ വരിയിൽ എന്താ പറയുന്നത്, അവളുടെ കയ്യിൽ മഴത്തുള്ളി അനുഭവപ്പെടുന്നില്ല. അപ്പം ഈ വരി ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും അതായത് സാധാരണ താളങ്ങളിൽ നിന്ന്, അതായത് റിതം ഓഫ് ലൈഫ് ആൻഡ് നേച്ചറിൽ നിന്ന് വേർപെട്ട്, അത് ശരീരമില്ലാത്ത ഒരു വിശ്രമാവസ്ഥയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് വിവരിക്കുന്നത്. അതായത് പ്രകൃതിയുടെ ചക്രങ്ങളുടെ സ്വാഭാവികം, അതായത് നാച്ചുറൽ സൈക്കിൾ ഓഫ് നേച്ചർ, അതുപോലെ പുരോഗതി അത് ഉൾപ്പെടെ ലോകത്തിലെ സാധാരണ കാഴ്ചകളും ശബ്ദങ്ങളും അവൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതിനാൽ ഇത് ആനന്ദകരമായ ഒരു വിസ്മൃതിയുടെ ഒരു വികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വിശ്രമത്തിൻ്റെ അവസ്ഥ, അതായത് ആഴത്തിലുള്ള ശാന്തമായ ഉറക്കത്തിൽ മരണത്തിന് സമാനമായ ഒരു അവസ്ഥയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് ഈ കവിത ചിത്രീകരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ സാധാരണ സന്തോഷങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും അവൾ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ധാന്യം പാകമാകുന്നത് കാണാൻ കഴിയാത്തത് പ്രകൃതിയുടെ ആ കോമൺ പൊതുവായ കാഴ്ചകളും ശബ്ദങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ആ സ്വാഭാവിക ഒഴുക്കും മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ സ്റ്റേറ്റ് ഓഫ് ബ്ലിസ്ഫുൾ ഒബ്ലിവിയനിലാണ്, അതായത് ലോകത്തെ ഗ്രഹിക്കാനുള്ള ഈ കഴിവില്ലായ്മ ആനന്ദകരമായ വിസ്മൃതിയുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ വരികൾ സിഗ്നിഫൈ ചെയ്യുന്നത് ആ ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ദ ഫിസിക്കൽ വേൾഡാണ്. Rest, rest for evermore upon a mossy shore. Rest, rest at the heart's core till time shall cease. അപ്പം റെസ്റ്റ് റെസ്റ്റ് അത് വിശ്രമം എന്നേക്കും പായൽ നിറഞ്ഞ തീരത്ത് എന്ന വാചകം സമാധാനപരമായ ഉറക്കത്തിൻ്റെ അവസ്ഥയെ എല്ലാ ഭൗമിക പ്രശ്നങ്ങളും എല്ലാ ഏർത്തിലി പ്രശ്നങ്ങളും ട്രബിൾസും ഇല്ലാതാവുന്ന ഡ്രീം ലാൻഡ് എന്ന അവസ്ഥയെ വിവരിക്കുന്നു. അതായത് ജീവിത പോരാട്ടങ്ങൾക്ക് ശേഷം
പൂർണ്ണ സമാധാനമുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുന്നു. ഈ മോസി ഷോർ എന്ന ആ ഇമജറി ഒരു സമാധാനപരം, ഒരു പക്ഷേ നമുക്ക് പറയാം ആത്മീയവുമായുള്ള ഒരു പശ്ചാത്തലത്തെയാണ് പറയുന്നത്. അപ്പോൾ സൗന്ദര്യത്തിൻ്റെയും ശാന്തതയുടെ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സമാധാനപരമായ മരണാനന്തര ജീവിതത്തിൻ്റെയോ ഏർത്ത്ലി വേൾഡ് ഉപേക്ഷിച്ച്, അത് ഭൗമിക ലോകം ഉപേക്ഷിച്ച ഒരു സ്വപ്നതുല്യമായ അവസ്ഥയുടെയോ ഒരു മെറ്റഫർ, ഒരു രൂപകമായി ഇതിനെ വ്യാഖ്യാനിക്കാം. അതുപോലെ റെസ്റ്റ് അറ്റ് ദ ഹാർട്ട് സ്കോർ ടിൽ ടൈം ഷാൾ സീസ്. അപ്പം മർത്യലോകത്തിൻ്റെ പരിമിതികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തമായി ആത്മാവ് യഥാർത്ഥ വിശ്രമം കണ്ടെത്തുന്ന ഒരവസ്ഥയെ ഇത് വിഭാവനം ചെയ്യുന്നു. അതുപോലെ ഈ വിശ്രമം ഒരു താൽക്കാലിക വിശ്രമമല്ല, മറിച്ച് എന്താണ്, ഭൗമിക ആശങ്കകളുടെ സ്ഥിരമായ വിരാമമാണ്. അത് ഏർത്ത്ലി ട്രബിൾസിനൊക്കെ ഒരു വിരാമമാണ്. അപ്പം അതുപോലെ ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും അവസ്ഥയിലേക്കാണത് നയിക്കുന്നത്. അപ്പം സ്ലീപ്പ് ദാറ്റ് നോ പെയിൻ ഷാൾ വേക്ക്, നൈറ്റ് ദാറ്റ് നോ മോൺ ഷാൾ ബ്രേക്ക് എന്നാണ് പറയുന്നത്. അതായത് ഈ വാചകം ജീവിതത്തിൻ്റെ ആഴമേറിയതും സമാധാനപരമായ അവസാനത്തെ, അതായത് ആ എൻഡിനെ, അതായത് ഏർത്ത്ലി റലം, അത് ഭൗമിക മണ്ഡലത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തമായ നിത്യവിശ്രമത്തിൻ്റെ അവസ്ഥയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ശാരീരിക ഉറക്കത്തെക്കുറിച്ചല്ല, മറിച്ച് മരണത്തിൻ്റെ ഒരു മെറ്റഫർ, ഒരു അലങ്കാരിക ഉറക്കത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മെറ്റഫോറിക്കൽ സ്ലീപ്പ് ഓഫ് ഡെത്ത് ആണ് പറയുന്നത്. അപ്പോൾ വേദനയും കഷ്ടപ്പാടും ഇല്ലാത്ത ഒരു സ്വപ്നതുല്യമായ സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ്. അതായത് മരണവുമായി ബന്ധപ്പെട്ട ശാശ്വതവും സമാധാനപരമായ വിശ്രമത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വരി ഇംപ്ലൈ ചെയ്യുന്നത് ഉറക്കം, അതായത് സ്ലീപ്പ് ദറ്റ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ദ നാച്ചുറൽ സൈക്കിൾ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. അത് മെറ്റഫറാണ്, ഇതൊരു എൻഡ് ഓഫ് ലൈഫിൻ്റെ മെറ്റഫറാണ്. അതുപോലെ ഈ സ്റ്റേറ്റ് ഓഫ് എറ്റേണൽ റെസ്റ്റിൻ്റെ ഒരു മെറ്റഫറാണ് ഇത്. ഇനി ലാസ്റ്റ് വരി നമുക്ക് നോക്കാം. ടിൽ ജോയ് ഷാൾ ഓവർടേക്ക് ഹെർ പെർഫെക്റ്റ് പീസ്. ഹെർ പെർഫെക്റ്റ് പീസ്, അത് സ്ത്രീ കൈവരിച്ച ശാന്തമായ വിശ്രമത്തിൻ്റെയും സംതൃപ്തിയുടെയും അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വേദനയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മുക്തമായ ഒരു സന്തോഷം, ആ പെർഫെക്റ്റ് പീസ്. അപ്പോൾ സന്തോഷം മറികടക്കുന്നത് വരെ, അതായത് ടിൽ ജോയ് ഷാൾ ഓവർടേക്ക്, അത് ഈ ഫ്രേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇസ് നോട്ട് ദ അൾട്ടിമേറ്റ് ഗോൾ. ഇതൊരു അൾട്ടിമേറ്റ് ഗോൾ അല്ല ഈ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, മറിച്ച് വരാനിരിക്കുന്ന വലിയ സന്തോഷത്തിലേക്കുള്ള ഒരു ചവിട്ട് പടിയാണെന്നാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. I hope you are clear with this explanation. If you feel this class useful, please share with your friends. Thank you.